അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥ ശ്രമങ്ങൾക്ക് തിരിച്ചടിയായി യുക്രൈനിലേക്ക് 614 ഡ്രോണുകളും 40 ബാലിസ്റ്റിക് മിസൈലുകളും റഷ്യൻ സേന തൊടുത്തുവിട്ടുവെന്ന വാർത്ത വരുന്നു. ഹംഗറിയിൽ മധ്യസ്ഥ ചർച്ചകൾ വേണ്ടെന്ന് സെലൻസ്കി പറയുന്നു. കൂടുതൽ അപ്ഡേറ്റുമായി പി ജെയിംസ് ചേരുകയാണ്. ഗുഡ് മോർണിംഗ് പി. ഗുഡ് മോർണിംഗ് എസ് കെ. ഓക്കെ, താങ്ക് യു. പറയൂ എസ് കെ. ഈ യുക്രൈൻ യുദ്ധം ഇപ്പോൾ തീരുമെന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റ് നടത്തുന്ന മധ്യസ്ഥ ശ്രമങ്ങൾക്കൊക്കെ ഒരുപക്ഷെ തിരിച്ചടി എന്നോണം ഈ മണിക്കൂറുകളിൽ റഷ്യ അയച്ചത് 614 ഡ്രോണുകളും അതുപോലെ തന്നെ 40-ലേറെ മിസൈലുകളുമാണ്. ഉക്രൈൻ്റെ പല നഗരങ്ങളിൽ ഒരുപക്ഷെ വലിയ ആക്രമണം ഉണ്ടാവാതിരുന്ന പടിഞ്ഞാറൻ ഉക്രൈനിലടക്കം വലിയ ആക്രമണം നടന്നു. നിരവധി പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്, നൂറുകണക്കിന് ആൾക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റഷ്യ വലിയ രീതിയിലുള്ള സമ്മർദ്ദം ചെലുത്തുകയാണ്. ഞങ്ങൾ പറയുന്നത് കേട്ടങ്ങ് പിന്മാറിക്കോ, ഇല്ലെങ്കിൽ കാര്യങ്ങൾ പ്രശ്നമാണ് എന്ന രീതിയിലാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉക്രൈന് വലിയ ആക്രമണം കഴിഞ്ഞ ഏതാനും നാളുകൾക്കുള്ളിൽ നടന്ന ഏറ്റവും വലിയ ആക്രമണമാണ്. കാരണം 600-ലേറെ ഡ്രോണുകൾ യുക്രൈൻ്റെ പല ഭാഗങ്ങളിലും ഡ്രോണുകൾ ഇരമ്പിപ്പായുന്നു. ഒപ്പം തന്നെ 40 മിസൈലുകൾ. ആ മിസൈലുകൾ ചുമ്മാ അല്ല, ബാലിസ്റ്റിക് മിസൈലുകൾ, ക്രൂയിസ് മിസൈലുകൾക്ക് പുറമെ ശബ്ദത്തെ വെല്ലുന്ന ഹൈപ്പർസോണിക് മിസൈലുകളും പ്രയോഗിച്ചു. എന്തായാലും ഇതിനിടയിൽ വൊളഡിമിർ സെലൻസ്കിയും വ്ളാഡിമിർ പുടിനുമായി നടക്കേണ്ട ചർച്ചയെക്കുറിച്ചുള്ളത് നടക്കുന്നുണ്ട്. ട്രംപ് വീണ്ടും ശ്രമിക്കുന്നുണ്ട്. ആ ചർച്ചയുടെ സ്ഥലം എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് ഹംഗേറിയൻ തലസ്ഥാനമായ ബുഡാപെസ്റ്റാണ്. പക്ഷേ ഹംഗറിയുടെ പ്രധാനമന്ത്രി വിക്ടർ ഓർബൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ അടുത്ത സുഹൃത്താണ്. എല്ലാ കാലത്തും റഷ്യയ്ക്ക് വേണ്ടി നിലപാടെടുക്കുന്ന ആളാണ്. അതുകൊണ്ട് അവിടെ ചർച്ച വേണ്ട എന്ന് ഉക്രൈൻ്റെ പ്രസിഡന്റ് സെലൻസ്കി പറഞ്ഞിരിക്കുകയാണ്. പകരം സ്വിറ്റ്സർലൻഡ്, യൂറോപ്പിൻ്റെ പ്ലേ ഗ്രൗണ്ട് എന്നറിയപ്പെടുന്ന സ്വിറ്റ്സർലൻഡ്, അതുപോലെ തന്നെ തുർക്കി, ഓസ്ട്രിയ, ഈ 3 രാജ്യങ്ങൾ എവിടെയെങ്കിലും ചർച്ചയാവാം എന്ന് പറഞ്ഞിരിക്കുന്നു. എന്തായാലും ഉക്രൈൻ യുദ്ധം സംബന്ധിച്ച് ട്രംപ് വിചാരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല. യൂറോപ്യൻ രാജ്യങ്ങൾ ഉക്രൈന് കവചമൊരുക്കി രംഗത്തിറങ്ങിയിട്ടുണ്ട്. നാറ്റോ നേതാക്കളുടെ, മിലിറ്ററി നേതാക്കളുടെ യോഗം ചേർന്നിട്ടുണ്ട്. അതേസമയം തന്നെ റഷ്യ രംഗത്ത് വന്നിരിക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങൾ ഇങ്ങനെ കയറി സെക്യൂരിറ്റി ഗ്യാരണ്ടിയുമായി യുക്രൈന് വേണ്ടി നിന്നാൽ റഷ്യയെ ചർച്ചയിൽ ഉൾപ്പെടുത്തണം, ചൈനയെ കൂടി ഉൾപ്പെടുത്തണമെന്ന ആവശ്യം റഷ്യ ഉന്നയിച്ചിട്ടുണ്ട്. എസ് കെ. ഓക്കെ ജെയിംസെ, മറ്റൊരു കാര്യം കൂടി. ഗസ സിറ്റി പിടിക്കാനുള്ള ഇസ്രയേലിൻ്റെ സൈനിക നീക്കത്തിലുള്ള 25 പലസ്തീനികൾ കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരുന്നുണ്ടല്ലോ, അതിൻ്റെ വിശദാംശങ്ങൾ കൂടി പറയും. എസ് കെ എൻ, ഗസയിൽ കാര്യങ്ങൾ ഇപ്പോഴും നരകതുല്യമാണ്. ഇസ്രായേലിയുടെ യുദ്ധവിമാനങ്ങൾ മാത്രമല്ല, കരസേന ഓരോ ഭാഗത്തുനിന്ന് കയറി തുടങ്ങി. അവർ 60,000 റിസർവ് സേനയെ കൊണ്ടുവന്ന് ഗസ മുഴുവനായി പിടിച്ചെടുക്കാനുള്ള നീക്കത്തിലാണ്. അതിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ വലിയ എതിർപ്പാണ്. യൂറോപ്യൻ രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങൾ എല്ലാവരും രംഗത്തുണ്ട്. മധ്യസ്ഥരും ആയിട്ടുള്ള ഖത്തറും ഈജിപ്തും എതിർക്കുന്നുണ്ട്. പക്ഷേ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് യാതൊരു തരത്തിലുള്ള കുലുക്കമില്ല. ഒരുപക്ഷെ എസ് കെ നമ്മളെയൊക്കെ വലിയ അമ്പരിപ്പിക്കുന്നത് 10 ലക്ഷം പേരാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേലി ഭരണകൂടത്തിനെതിരെ അതിശക്തമായ പ്രതിഷേധവുമായി ഇസ്രായേലിലെ പല നഗരങ്ങളിൽ തടിച്ചുകൂടിയത്. ടെല്ലവീവിൽ മാത്രം തലസ്ഥാനത്ത് തടിച്ചുകൂടിയ 5 ലക്ഷം പേരാണ്. ഇതൊക്കെ അവഗണിച്ചുകൊണ്ട് ഈ യുദ്ധവുമായി മുന്നോട്ട് പോവുകയാണ്. സൈനിക നീക്കം നടക്കും, ഞങ്ങളത് അവഗണിക്കുന്നു എന്ന് തന്നെയാണ് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒഴികെ ആരും അദ്ദേഹത്തെ പിന്തുണയ്ക്കാത്ത അവസ്ഥയാണ്. പക്ഷേ ഇതൊന്നും ഇസ്രായേലി പ്രധാനമന്ത്രിയെ കൂസുന്നില്ല. ഗസയിൽ ജനം മരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ മണിക്കൂറുകളിൽ തന്നെ പട്ടിണി കിടന്ന് 4 പേർ മരണമടഞ്ഞു. ഭക്ഷണം കാത്തിരുന്നവർക്ക് നേരെ നടന്ന വെടിവെപ്പിൽ 15ഓളം പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത കൂടി വരുന്നു. മൊത്തം മരണസംഖ്യ 67,200 കവിഞ്ഞു. കാണാതായവർ വേറെ 12,000 ഉണ്ട്. എല്ലാം കൂടി ഒരു 75,000 പേര് 22 മാസത്തെ ഗസ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു എന്ന സങ്കടപ്പെടുത്തുന്ന വാർത്ത തന്നെയാണ് വരുന്നത്. ഓക്കെ, താങ്ക് യു പി ജെയിംസ്. വിദേശ വാർത്തകളുമായി ഇനി നമുക്ക് നാളെ കാണാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.